ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ ഫോട്ടോ നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതും ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഹൈ എൻഡ് റീടച്ച് ഈ ഒരു ഫേസിൽ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇത് സ്പീഡപ്പായിട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇടുക. ഞാൻ 2 കോപ്പി എടുത്തിരുന്നുണ്ട്. ആഫ്റ്റർ ബിഫോറൊക്കെ ചെയ്യാൻ എന്തെങ്കിലും യൂസ് വരുന്നെങ്കിൽ അവിടെ കിടന്നോട്ടെ. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ലെയർ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട് മുകളിലായിട്ട് നോർമൽ എന്നൊരു ഓപ്ഷൻ കണ്ടോ, ബ്ലെൻഡ് മോഡ്സ് എന്നൊക്കെ പറയുവാണ്, ബ്ലെൻഡിങ് മോഡുകൾ എന്നൊക്കെ പറയും. ആ മോഡിൽ സെലക്ട് ചെയ്യുമ്പോൾ കുറേ മോഡുകൾ വരും. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വിവിഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണും, വിവിഡ് ലൈറ്റ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഐ, അതായത് ഇൻവേർട്ട് ചെയ്യാണ്, കളർ ഇൻവേർട്ട് ചെയ്യാണ്, കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു നിഴൽ പോലെ ഒരു ഭൂതം പോലെ കാണും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. കൺട്രോൾ ഐ പ്രസ് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ വന്നിട്ട് അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ അതർ ഓപ്ഷനിൽ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഹൈപ്പാസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ, ഹൈപ്പാസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടടയെന്നും പറഞ്ഞൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫോട്ടോ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, 0.1 ആയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട. നമ്മൾ ജസ്റ്റ് പതുക്കെ ഇതിനൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഈ അളവ് ചേഞ്ച് ആക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫേസിലുള്ള ഡോട്ടൊക്കെ പോയി നല്ല ക്ലീൻ ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ഓക്കെ കൊടുക്കുക. എല്ലാ ഫോട്ടോസിനും ഇതേ അളവായിരിക്കില്ല. ഇതിപ്പോൾ 45.6 വന്നു. അത് ചിലപ്പോൾ എല്ലാ ഫോട്ടോസിലും അങ്ങനെ അളവ് വരണമെന്നില്ല. അതുകൊണ്ട് ലോങ്ങും ക്ലോസും ആയിട്ടുള്ള ഫോട്ടോസിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾ നോക്കിയും കണ്ടും നിങ്ങളുടെ ഫോട്ടോ ചെയ്യാം. ഇതുപോലത്തെ ക്ലീൻ ആയിട്ട് വരുമ്പോൾ ആ ഒരു ലെവലിൽ നിർത്തിയിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർസിൽ, അതായത് ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗോഷൻ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ ഒരു ഇത് വ്യത്യാസം നന്നായിട്ട് കാണാം. പക്ഷേ ഞാനിത് അളവ് നേരത്തെ പിടിച്ചിട്ടാണ്. ഇതിപ്പോൾ 0 ആക്കി വയ്ക്കുക. മുമ്പ് ഇരുന്നതുപോലെ ഇരിക്കുകയാണ്. ഇതിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഡീറ്റെയിൽസ് കയറി വരുന്നതായിട്ടാണ്. കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ പഴയൊരു ഫോട്ടോ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരണം. നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് വരാനായിട്ട് ശകലം ഒന്ന് ഇൻക്രീസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽസ് കുറച്ചുകൂടി നമുക്ക് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന പണി. ഇനി നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ആൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഈ മാസ്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൊരു മാസ്ക് വീണു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ബ്രഷ് എടുത്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ച് കളയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മായ്ക്കുക. അപ്പോൾ ഈ മാസ്ക് തെളിഞ്ഞെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആദ്യം ബ്രഷ് എടുക്കാം. ബ്രഷ് എടുത്തിട്ട് ഇവിടെ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് തന്നെ ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലോ ഒരു 30 36 ഒക്കെ ഇട്ട് പതുക്കെ ചെയ്യുക. ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മാഞ്ഞു പോകും. അങ്ങനെ വേണ്ട, പതുക്കെ ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്കും ഇത് വൈറ്റും ആയിട്ട് ഇങ്ങനെ സൂക്ഷിക്കുക. ഓക്കെ, അത് മാറി കിടപ്പുന്നുണ്ടെങ്കിൽ എക്സ് നീക്കി കൊടുത്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോളും കേട്ടോ. താഴെ ബ്ലാക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കുക, മുകളിൽ വൈറ്റും ആയിരിക്കണം. എന്നിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ വരയ്ക്കുക. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണണമെങ്കിൽ കുറച്ച് സൂം ചെയ്ത് തരാം. ഇത് നോക്കിക്കോളൂ, ഞാൻ വരയ്ക്കുമ്പോൾ ഇത് മാഞ്ഞു പോകുന്ന കാണാം. കാരണം എന്താ, ഇതിൻ്റെ പുറകിൽ നമ്മൾ ഓൾറെഡി ഇതിന് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ തെളിഞ്ഞെളിഞ്ഞ് വരുന്നതാണ് സംഭവം നടക്കുന്നത്, അല്ലേ. ഞാനിപ്പോൾ ഇതിൽ തൊടുന്നില്ല. ഇതിൽ തൊട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഭയങ്കര ഡാർക്കായാണ് ഈ ഒരു സ്പോട്ട് മായാത്തത്. അത് നമുക്ക് പാച്ച് ടൂളോ അല്ലെങ്കിൽ ഹീലിംഗ് ടൂളോ ഒക്കെ ഉപയോഗിച്ച് അത് കളയാവുന്നേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യം അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലായിടവും വൃത്തിയാക്കി എടുക്കുന്ന രീതി ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് അങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരുവിധം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം.
ഡീറ്റെയിൽസ് ഒന്നും നഷ്ടപ്പെടാതെയാണ് നമ്മളത് ക്ലീൻ ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാം. ഞാനിതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് ഫേസ് നമ്മൾ ഫുൾ ഓഫ് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് മായ്ക്കാനായിട്ട് ഈ 2 ലെയറും കൂടി അങ്ങ് മെർജ് ചെയ്യുക. 2 ലെയറും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ E സെലക്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്യുക, ഒറ്റ ലെയറായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്പോട്ട് ഹീലിംഗ് ടൂളോ അല്ലെങ്കിൽ പാച്ച് ടൂളോ എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വരച്ചു കൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളും. കണ്ടോ, ബാക്കിയുള്ള ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കളയാനേ ഉള്ളൂ. കണ്ടല്ലോ, നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇരുന്ന ഫോട്ടോയാണ്, കണ്ടോ, നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തത്. ഇനി ഇത് കുറേ കൂടി ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് ഇതെല്ലാം ഒരു ഓർഡറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു പോർട്രേറ്റ് ഫോട്ടോയ്ക്ക് ഇന്ന അളവ് എന്ന്, നമുക്കിതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോയ്ക്കും ഇന്ന അളവെന്നും പറഞ്ഞ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു പോർട്രേറ്റ് നല്ല ഇതുപോലൊരു ക്ലോസ് ഫോട്ടോയ്ക്ക് ഒരു നിശ്ചിത അളവും, വൈഡ് ഫോട്ടോയ്ക്ക് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു നിശ്ചിത അളവും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, വൈഡ് ഫോട്ടോയ്ക്ക് വേറൊരു അളവും ഇതിന് വേറൊരു അളവും, ഏതിൻ്റെയൊക്കെയാണ് ഹൈപ്പാസിൻ്റെയും ഗോഷൻ ബ്ലറിൻ്റെയൊക്കെ അളവുകളാണ് ഞാൻ ഈ പറയുന്നത്. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത്രയും സ്റ്റെപ്പുകൾ കടന്നു പോകാതെ ഒറ്റ ക്ലിക്കിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനൊരു മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഒന്നുകൂടി നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കാം. ഇവിടെ വിൻഡോസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം, ആക്ഷൻസ്. അതൊന്ന് എനേബിൾ ചെയ്തിടുക. എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് വലുതാക്കി ഇങ്ങനെ വയ്ക്കുക. ഇതിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്ലസ് ബട്ടൺ. അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നെയിം ചോദിക്കുകയാണ്. ഞാനിവിടെ ക്ലീൻ ഫേസ് എന്ന് കൊടുക്കാം. ക്ലീൻ ഫേസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു, അല്ല ഒരു പേര് കൊടുത്തു. എന്നിട്ട് റെക്കോർഡ് ഞെക്കുക. ഓക്കെ, റെക്കോർഡ് നിൽക്കുമ്പോൾ റെക്കോർഡിംഗ് ഇവിടെ കാണിക്കും. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഫോട്ടോഷോപ്പ് ക്യാപ്ചർ ചെയ്യും. ഇനി ബാക്കിയാണ്. ഇനി നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിടുകയാണ്. കോപ്പി എടുത്തിട്ടിട്ട് നേരെ എന്ത് ചെയ്യും, ഇതിൻ്റെ ബ്ലെൻഡ് മോഡ് വിവിഡ് ലൈറ്റിലോട്ട് മാറ്റും. എന്നിട്ട് കൺട്രോൾ I അടിച്ച് ഇത് ഇൻവേർട്ട് ചെയ്യും കളറ്. എന്നിട്ട് ഫിൽറ്ററിൽ പോയിട്ട് അതറിൽ പോയിട്ട് ഹൈ പാസ് ചെയ്യും. ഹൈ പാസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് നിശ്ചിത അളവ് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ എടുത്തിട്ട് അതിനകത്ത് ഗോഷൻ ബ്ലർ എടുക്കുന്നു. എന്നിട്ട് അതിന് നമ്മളൊരു നിശ്ചിത അളവ് കൊടുക്കുകയാണ്. ഓക്കെ, നിശ്ചിത അളവ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ആൾട്ട് ഞെക്കി പിടിച്ച് ഒരു മാസ്കും ചെയ്യും. എന്നിട്ട് ബ്രഷും സെലക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും പണി നമ്മൾ ചെയ്തു. ഇതെല്ലാം ആര് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോഷോപ്പ് റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി തൊട്ടിപ്പുറത്തൊരു സ്റ്റോപ്പ് ബട്ടണുണ്ട്. സ്റ്റോപ്പ് ബട്ടണാണ്. ആ സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ നിർത്തി ഈ കളി അവസാനിപ്പിക്കുകയാണ്. സ്റ്റോപ്പ് ഞെക്കുക. ഓക്കെ, പരിപാടി അവിടെ തീർന്നു. ഇത്രയും സംഭവം നമ്മൾ ചെയ്തതാണ് ഇവിടെ സെലക്റ്റായി കിടക്കുന്നത്. ഈ ക്ലീൻ ഫേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ, ഇത് ഇത്രയും നമ്മൾ ചെയ്തതിൻ്റെ പണിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനി നമ്മൾ ഈ ക്ലീൻ ഫേസ് എന്നുള്ള ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതൊന്ന് ആദ്യം ഡിലീറ്റ് ചെയ്യട്ടെ. ചെയ്തത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ക്ലീൻ ഫേസ് എന്നും പറഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻ ഇതിനകത്ത് ഓപ്പൺ ആക്കിയാൽ കാണാം. ഇത്രയും ആക്ഷൻസ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഈ ക്ലീൻ ഫേസ് എന്നുള്ള ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കണ്ടല്ലോ, പ്ലേ സെലക്ഷൻ. അതായത് ആ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇത്രയും നേരം ചെയ്ത സാധനം സിമ്പിളായിട്ട് അവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അളവൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് പെയിൻറ്റ് മാത്രം ചെയ്താൽ മതി. കണ്ടോ, കണ്ടോ, ജസ്റ്റ് പെയിൻറ്റ് മാത്രം ചെയ്താൽ മതി. ഇതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള വഴി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇത് നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് തന്നെ നിങ്ങൾക്കൊരു ലോങ് ആയിട്ടുള്ളൊരു ഫോട്ടോയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഹൈ പാസിൻ്റെയും ഗോഷൻ ബ്ലറിൻ്റെയൊക്കെ അളവുകൾ ചിലപ്പോൾ അതിന് വേറെ ആയിരിക്കും. ഓരോ ഫോട്ടോയ്ക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് കൂടുതലുള്ള ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് വരുന്ന ഫോട്ടോസിന് ഏകദേശം ഒരു അളവായിരിക്കും. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു അളവ് ഫിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ക്ലീൻ ഫേസ് എന്നൊരു പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ക്ലോസപ്പ് ഫോർ ഇമേജസ്, അതായത് ഫോർ ക്ലോസപ്പ് ഇമേജസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തൊരു പേര് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വൈഡ് ഫോട്ടോസ് ആണെങ്കിൽ
അങ്ങനെ ഒരു പേര് കൊടുത്ത് 2 രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോട്ടോയാണോ വരുന്നത് അതിനൊന്ന് സെലക്ട് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയില്ല, കാരണം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ രീതികളൊക്കെ കുറേ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാനത് മാറ്റി തരുന്നതായിരിക്കും. എന്നെക്കൂടെ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.